ട്രേഡ് മാർക്കിന്റെ എൻക്വയറി ഒക്കെ വന്നതിന് ശേഷം നമ്മൾ റേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചില ആളുകൾ നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരും. ഈ ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ആഡ് ഉണ്ടല്ലോ, 1000 റുപ്യക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിന്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ നമുക്ക് അയച്ചു തരും. അപ്പം അങ്ങനെയുള്ള ആളുകളോടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ട്രേഡ് മാർക്ക് ഇന്ത്യയിൽ സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ചലാൻ ഫീസ് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പേ ചെയ്താൽ മാത്രമേ ട്രേഡ് മാർക്ക് നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പൊ ഈ 1000 രൂപയൊക്കെ കാണുന്ന ആഡില് ഈ ആഡ് കേരളത്തിലുള്ള എന്നുള്ള ആളുകൾ ഇത്രയും ഇങ്ങനെ ആഡ് ഇട്ടിട്ട് കസ്റ്റമറെ കൺവിൻസ് ചെയ്യുക, ഇങ്ങനത്തെ പരിപാടികൾ കേരളത്തിലില്ല. നിങ്ങൾ ഈ കാണുന്ന ആഡ് മൊത്തമുള്ളത് നോർത്ത് ഇന്ത്യൻസിന്റെ ആഡ് ആയിരിക്കും നിങ്ങൾ മൊത്തത്തിൽ കാണുന്നുണ്ടാവുക. ഈ ആഡ് നിങ്ങൾ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങളുടെ അടുത്ത് 1000 കളക്ട് ചെയ്തതിന് ശേഷം ബാക്കി പേയ്മെന്റ് അവർ ആഡ് ഓൺ ആയിട്ട് പിന്നേക്കും പറയാം. പിന്നെ രണ്ടാമത്തെ ഒരു കേസ് ഉണ്ട്, ചിലതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 1000 വാങ്ങി പിന്നെ റെസ്പോണ്ട് ചെയ്യാതെ നിൽക്കുന്ന ആളുകളും ഉണ്ട് ഇതിൽ. അപ്പം നിങ്ങൾ ഒരു അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഫേമിനെ പറ്റി, ആ ഫേമിന്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക, ഇൻസ്റ്റാ പേജ്, വെബ്സൈറ്റ്, പിന്നെ അതുപോലെ തന്നെ ആ ഫേമിന്റെ ഗൂഗിൾ റിവ്യൂ ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ അപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യുക. നമുക്കൊക്കെ വരുന്ന എൻക്വയറീസിന്റെ അകത്ത് ഒരു 25% താഴെയാണ് നമ്മൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പല നെയിമും നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് അവൈലബിൾ ആയിരിക്കില്ല. ഒന്നെങ്കിൽ ആരെങ്കിലും പുണ്യം എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ സിമിലർ മാച്ചസ് ഉണ്ടാവും, പ്രൊനൗൺസിയേഷൻ മാച്ചസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള നെയിംസ് ആണ് അധികവും വരുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഈ 1000-500 നിങ്ങൾ ഈ നെയിം അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെക്ക് ചെയ്യുന്ന പോലും ഉണ്ടാവില്ല, ആദ്യം 1000 വാങ്ങിച്ചു വെക്കും. അപ്പം ഇങ്ങനെ ചെയ്യുന്ന ആളുകളും ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ട്. പിന്നെ കേരളത്തിലൊക്കെ ഇത് പൊതുവെ കുറവാണ്, നോർത്ത് ഇന്ത്യൻസ് ആണ് അധികം ഉള്ളത്. പിന്നെ ഇപ്പം കേരളത്തിൽ കുറച്ചും കൂടെ നമ്മളെ യങ്ങർ ജനറേഷൻസ് ഒക്കെ അവർ തന്നെ ഒരു നെയിം ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് പല ആളുകളും കോൺടാക്ട് ചെയ്യുക. പക്ഷെ ഒരു 100 അപ്ലിക്കേഷൻ വരുന്ന ട്രേഡ് മാർക്കിൽ മാക്സിമം പോയാൽ ഒരു 20 എണ്ണമൊക്കെ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന അപ്ലിക്കേഷൻസ് ഉണ്ടാവുള്ളൂ. അതിൽ ബാക്കിയുള്ളതൊക്കെ മുന്നേ ഒപ്റ്റ് ചെയ്തൊക്കെ ആയിരിക്കും. അപ്പം നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്യുക.